കോട്ടയച്ചായൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ്. ഏകദേശം 11 മണിയോടടുക്കുന്നു. ഒരാഴ്ചത്തെ ജോലിക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് ഒരു കുറച്ച് സമയം എൻജോയ് ചെയ്യുവാനായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പുറത്തിരുന്ന് കഴിക്കാമെന്നൊക്കെ കരുതി കുറച്ച് കഫ്സയും ചിക്കൻ വറുത്തതും ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കോർണിഷിലേക്കാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി 10-15 പേരുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരൊക്കെ ഉണ്ട്, അവരുടെ പിള്ളേരുണ്ട്. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാം, ഇത്രയും ദിവസമൊക്കെ വീട്ടിനകത്തിരുന്നതല്ലേ എന്ന് കരുതി എല്ലാവരുടെ പുറത്ത് പോവുകയാണ്. ഇവരുടെ എല്ലാ ഫാമിലി ഉമ്മറയ്ക്ക് വേണ്ടിയൊക്കെ വന്നിരിക്കുന്നതാണ്. അവർ 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത മാസം അവർ നാട്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 അവസാനത്തെ വ്യാഴാഴ്ച വൈകിട്ടാണ്. ഞങ്ങൾ പുറത്ത് വന്ന് ഞങ്ങൾ ബോൾ വെക്കിയിട്ടാണ് വന്നത്. എല്ലാവരും ചെറുതായിട്ട് കളിയൊക്കെ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും അതുമാത്രമല്ല അവിടെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഇത് വരുന്നതാണ് ഞങ്ങളുടെ റസാക്ക. ഞങ്ങളുടെ കൂടെയുള്ളതിൽ കണ്ടാൽ ഭയങ്കര ഗൗരവവും എന്നാൽ കൊച്ചു പിള്ളേരുടെ സ്വഭാവമുള്ള ഞങ്ങളുടെ റസാക്കയാണ് ഈ വരുന്നത്. അവരിച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. റസാക്കി അഷ്റഫ്ക്കായും ലേറ്റായിട്ടാണ് വന്നത്. വരുന്നതാണ് ഞങ്ങളുടെ അഷ്റഫ്ക്ക. ഇന്ന് രാത്രിയിലെ ഫുഡ് അഷ്റഫ്ക്കയുടെ വകയായിരുന്നു. ഭയങ്കര ജാടയൊക്കെ ഇട്ടാണ് വരുന്നതെങ്കിലും ആൾ ഭയങ്കര പാവമൊക്കെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അഷ്റഫ്ക്ക. പിന്നെ ഈ കളിക്കുന്ന നമ്മുടെ കൊച്ചു കുരുന്നാണ് നമ്മുടെ നിസാമക്കാടെ ഏറ്റവും ഇളയ പുത്രനാണ്. അവൻ കാണിക്കുന്ന പോലെ തന്നെയാണ്, ഭയങ്കര വികൃതിയാണ്, എന്നാൽ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ആള്. ഇത് ഞങ്ങളുടെ മനുക്കയാണ്, ഇത് അഷ്റഫ്ക്ക. ഇവരെല്ലാം എക്സസൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു രസത്തിന് എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിയാണ്. ഇതെന്താണെന്ന് അറിയാൻ മേലാതെ കണ്ട് ചുമ്മാ വട്ടം കറങ്ങുന്ന കുറച്ച് പേരാണ്. സത്യത്തിൽ എന്താണെന്നോ അതിൻ്റെ ഉപയോഗം എന്താണെന്നോ ഒന്നും അറിയത്തില്ല. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ റൈഡുകളുണ്ടായിരുന്നു ഇവിടെ. അതിലൊക്കെ കയറി എല്ലാവരും ചാടാൻ തുടങ്ങി. ശരിക്കും വാർദ്ധക്യം മറ്റൊരു ശൈശവം എന്ന് പറയുന്ന പോലെയാണ്. റസാഖയൊക്കെ എപ്പോഴും അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. ശരിക്കും ഒരു 11 മണിയായപ്പോഴാണ് ഞങ്ങളിവിടെ വന്നത്. എന്നാൽ വലിയ ആളോ തിരക്കോ ഒന്നുമില്ലായിരുന്നു. ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പം തണുപ്പൊക്കെ മാറി. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ചുരുക്കമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പം വളരെ എൻജോയ് ചെയ്തു. കുറേയേറെ ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതും ഞങ്ങളിപ്പോൾ നടക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ നമ്മുടെ കട്ട ഫ്രണ്ട്സുകളാണ് കേട്ടോ, അവരുടെ ഫാമിലിയാണ്. ഇതിന് ശേഷം ഞങ്ങളെല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ചില മൊമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടാവുമല്ലോ, അതുപോലത്തെ ചില മൊമെൻറ്റ്സുകളാണിത്. ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് എല്ലാവരും വട്ടത്തിലിരുന്ന് അവിടെ ഒരു